ആപ്പിൾ വാച്ച് സീരീസ് 11 ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ബ്രാൻഡ് ന്യൂ ആണ്. പല ടൈപ്പ് കളറുണ്ട്. നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്ന റോസ് ഗോൾഡ് ആണ്. അലുമിനിയം ബോഡിയുണ്ട്, ടൈറ്റാനിയം ബോഡിയും വന്നിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് അലുമിനിയം ബോഡിയാണ്. കാരണം ഇതിന് കുറച്ച് നമുക്ക് പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഇത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യം, അതായത് ആപ്പിൾ ഇവന്റിൽ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് അവർ പറഞ്ഞൊരു കാര്യം, ദ അൾട്ടിമേറ്റ് വേ ടു വാച്ച് യുവർ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡക്ഷൻ തുടങ്ങിയത് തന്നെ. അതായത് ഈ വാച്ച് ഇതിന് മുമ്പ് ഉപയോഗിച്ച ആൾക്കാരുടെ അനുഭവങ്ങൾ, ഈ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഇതിലുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആപ്പിൾ ഇവന്റിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ടാഗ് കൊടുത്തിരിക്കുന്നത്, ദ പെർഫെക്റ്റ് വേ ടു വാച്ച് യുവർ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട്. ഹൈ ബ്ലഡ് പ്രഷർ, അതായത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു ഡിസീസ്, അതായത് ആൾക്കാരിലേക്ക് അധികം സിംറ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സൈലന്റ് കില്ലർ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് സിംറ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് അൺഡിറ്റക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. കുറേ പേര് കുഴഞ്ഞു വീണ് മരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഭാഗമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ഒരു ആപ്പിൾ വാച്ച് സീരീസ് 11 അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, കുറച്ച് നാൾ ഒരു 2 വീക്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു പോസിബിൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്ത് കാണിക്കും. അതായത് പോസിബിൾ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പോസിബിൾ ഹൈ ബി പി എന്ന് പറഞ്ഞ് കാണിക്കും. അല്ലാതെ നമുക്കിതിൽ ബി പി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. പക്ഷേ ഇതിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. മാത്രമല്ല പിന്നെ ഈ കുറച്ച് സെൻസേഴ്സ് ഒക്കെ അവർ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹെൽത്ത് ബെനിഫിറ്റിൻ്റെ കാര്യം മുമ്പേ തന്നെ ഉള്ളതായിരുന്നു. ഇപ്പോൾ എൻ്റെ ഈ കയ്യിലിരിക്കുന്നത് ആപ്പിൾ വാച്ച് സീരീസ് 8ഉം ഇത് സീരീസ് 11ആണ്. അപ്പം ഈ സീരീസ് 8ൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു മുമ്പ്. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ട്രാക്കിങ്, ഹാർട്ട് റേറ്റ് എടുക്കാനുള്ള സംഭവങ്ങൾ, ബ്ലഡ് ഓക്സിജൻ ചെക്ക് ചെയ്യാനുള്ളതും ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാനുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരുന്നു. ഈ ക്രാഷ് ഡിറ്റക്ഷനും ഫോൾ ഡിറ്റക്ഷനും എല്ലാം ഇതിലുണ്ടായിരുന്നു. തിക്കസ്റ്റ് ഗ്ലാസ് എവർ മെയ്ഡ് ഇൻ എ ആപ്പിൾ വാച്ച് എന്നാണ് പറയുന്നത്. ആപ്പിൾ വാച്ച് 10-നേക്കാളും 2 ടൈംസ് സ്ട്രോങ്ങറും സ്ക്രാച്ച് റെസിസ്റ്റൻറ്റും ആണെന്നാണ് പറയുന്നത്. തിന്നസ്റ്റ് ആപ്പിൾ വാച്ച് എന്നും പറയുന്നുണ്ട് അവർ. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആപ്പിൾ വാച്ച് സീരീസ് 8 ആണ്. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ വലിയ വ്യത്യാസം തോന്നില്ല. ഇത് 45mm, ഇത് 46mm ആണ് വരുന്നത്. പിന്നെ തിക്നെസ് ഇവിടെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ഒരു മാറ്റം നമുക്ക് സീരീസ് 11 കാണാനുണ്ട്. പിന്നെ ആ ഒരു സ്പീക്കർ ഗ്രില്ലിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്രാവശ്യത്തെ വാച്ച് OSൽ അവർ ഈ ഒരു ലിക്വിഡ് ഗ്ലാസിൻ്റെ ഒരു ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും ഈ അപ്ഡേറ്റ് ഉള്ളതിനെ കൊണ്ട് തന്നെ നമുക്ക് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം തോന്നുന്നില്ല. അപ്പോൾ ആപ്പിൾ വാച്ച് സീരീസ് 11 ആണ് അതിൻ്റെ ഒരു പാക്കേജിങ് കാണുന്നുണ്ട്. വളരെ സിമ്പിൾ പാക്കേജിങ് ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇൻക്ലൂഡ്സ് ആപ്പിൾ വാച്ച് ബാൻഡ് ആൻഡ് USB ചാർജ് കേബിൾ. ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന പോലെ തന്നെ സിമ്പിൾ പാക്കേജിങ് ആണ്. ഓക്കെ, നമുക്ക് ഓപ്പൺ ആക്കാം. ഇതാണ് കേട്ടോ വാച്ച്. ഈ ഒരു പാക്കേജിനാണ് വരുന്നത്. ഇപ്പോൾ 2 പാക്കേജിംഗ് ആണ്. ഇത് വാച്ച് നോക്കി ഇവിടെ നമുക്ക് കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചിങ്ങനെ ഇത് സ്ട്രാപ്പ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ വാച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ ഐഫോണൊക്കെ അൺബോക്സ് ചെയ്യുന്ന പോലെ തന്നെ സെയിം തന്നെയാണ്. ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് സെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് തുറക്കാം. ഓക്കെ, സോ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. ഇതാണ് നമ്മുടെ മുതൽ. എനിക്ക് തോന്നുന്നു ഇത് ചാർജിങ് കേബിളാണെന്നുണ്ട്. നോക്കട്ടെ, ഇതാണ് ചാർജിങ് കേബിള്. പോർട്ട് മാഗ്നറ്റിക് അഡാപ്റ്റർ. പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സ് ആണ് ഉള്ളത്. ഇതാണ് നമ്മുടെ വാച്ച് ഫേസ് വരുന്നത് കേട്ടോ. നമുക്കിപ്പം ഇപ്രാവശ്യം 46mm കിട്ടിയേക്കുന്നത്. ഓക്കെ, പൊളിക്കാം. ഇതാണ് നമ്മുടെ മുതൽ. ഓക്കെ, നമുക്കിനി അടുത്ത സ്ട്രാപ്പ് എടുക്കാം. തുറക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് അതിൽ ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവരുടെ പാക്കേജിംഗ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത പാക്കേജിങ് കേട്ടോ. ഇതിനുണ്ട് ഒരു ബുക്കും പേപ്പറും, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാപ്പ് വന്നേക്കുന്നത്. ഒരു ക്ലിക്ക് ചെയ്യാം കേട്ടോ, നോക്കിക്കോ. അതിൻ്റെ സെറ്റായി. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് കൊടുക്കാം. യുണൈറ്റഡ് കിങ്ഡം, സെറ്റിംഗ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഐഫോൺ ഇതിനടുത്ത് കൊണ്ടുവന്നാൽ മതി, നമുക്ക് കറക്റ്റ് പെയർ ആയിക്കോളും. സ്റ്റാർട്ട് പെയറിങ്. ഇത് നമ്മൾ സ്കാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനടുത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഡിറ്റക്റ്റ് ചെയ്യും. കണ്ടിന്യൂ. ഹലോ, സെറ്റ് ഫോർ മൈസെൽഫ്. ഇത് നോക്കിയാൽ സിങ്ക് ആവണത് കറക്റ്റായിട്ട് സിങ്ക് ആവുന്നുണ്ട്. സ്പെയർഡ് ആവും. സെറ്റപ്പ് ആപ്പിൾ വാച്ച്. ലെഫ്റ്റ്, ഏത് കയ്യിലാണ് കെട്ടണമെന്നുള്ളത് പ്രിഫറൻസ് ലെഫ്റ്റ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടെക്സ്റ്റിൻ്റെ സൈസൊക്കെയാണ് ചോദിക്കുന്നത്. ബോൾ ടെക്സ്റ്റ് ഇത്രയും മതി തൽക്കാലം, നമുക്ക് പിന്നെ നോക്കാം. ഇത് ഈ ജസ്റ്റേഴ്സാണ്. അത് നമുക്ക് പിന്നീട് നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഓണാക്കാം.
അത് റിസ്റ്റ് ഫ്ലിക്ക്, ഡബിൾ ടാപ്പ് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് പിന്നെ ഓണാക്കാം. ഇപ്പോൾ വാച്ച് പെയറായി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. പിന്നെ ഈ പ്രസ് ഡിജിറ്റൽ ക്രൗൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഓരോ ഫങ്ഷൻസ് ആയിട്ട് നോക്കാം. ഫുള്ള് സെറ്റിങ് കഴിഞ്ഞു. പിന്നെ ഈ കാണുന്ന ഇമെയിൽ, മെസ്സേജ്, പിന്നെ ഇത് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഇപ്പം ഈ റിലാക്സ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, മുമ്പത്തെ വാച്ചിലൊക്കെ ഉള്ളതാണ്. അപ്പം ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബ്രീത്ത് ഇൻ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ബ്രീത്തിങ്ങിൻ്റെ ഒക്കെ ഒരു എക്സർസൈസ് നമുക്ക് അത് തരും. ഓക്കെ, പിന്നെ അടുത്തത് പിന്നെ നമ്മുടെ ഫിറ്റ്നസ് എത്രത്തോളം നടന്നു അതൊക്കെ കാണിക്കാനുള്ള മൂവ് ഗോളിൻ്റെ സംഭവങ്ങളാണ്. പിന്നെ ഇത് നമ്മുടെ ഔട്ട്ഡോർ വാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ആപ്പിൾ വാച്ചിൻ്റെ ഫുള്ള് സെറ്റിംഗാണ് ഈ കാണുന്നത്. അത് നമുക്ക് രണ്ടിലും നമ്മുടെ ഐഫോണിൽ നിന്നും ചെയ്യാൻ പറ്റും, ഇതിൽ നിന്നും ചെയ്യാൻ പറ്റും. പിന്നെ കലണ്ടർ, സ്റ്റോപ്പ് വാച്ച്, പിന്നെ നമ്മുടെ മാപ്പ്, പിന്നെ വെതറാണ് ഈ കാണുന്നത്. നമ്മുടെ ഇവിടെ എത്രയാണ് വെതർ എന്നുള്ളതൊക്കെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 11 ഡിഗ്രിയാണ് കാണിക്കുന്നത്, 10 ഡിഗ്രി. ഓക്കെ, പിന്നെ ഫോട്ടോസ്, പിന്നെ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ നമ്മുടെ സ്ലീപ്പിൻ്റെ സ്കോറൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് മ്യൂസിക്. ഓക്കെ, പിന്നെ ഇത് ഇപ്പം ECG എടുക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത്. ഹോൾഡ് യുവർ ഫിംഗർ ഓൺ ദ ക്രൗൺ. അപ്പം ഇവിടെ ക്രൗണിൽ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. 30 സെക്കൻഡാണ് ECG എടുക്കാനുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഹെൽത്ത് ആപ്പിൽ ഇത് നമുക്ക് വരും. ഇപ്പം ECG എടുത്തു കഴിഞ്ഞു. ആപ്പ് ഫോണിൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അതാണ് ECG എടുക്കുന്നത്. പിന്നെ ഉള്ളത് ഇത് നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററാണ്. ഇപ്പോൾ നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ അത് മെഷർ ചെയ്യുന്നുണ്ട് ഹാർട്ട് റേറ്റ്. അപ്പം 84, അപ്പം കുഴപ്പമില്ല. അപ്പോൾ അത് ഹാർട്ട് റേറ്റ് മോണിറ്ററാണ്. പിന്നെ വരുന്നത് മെയിനായിട്ട് വരുന്നത് ബ്ലഡ് ഓക്സിജൻ ലെവലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എത്രയാണെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മേക്ക് ഷുവർ കുറച്ച് പുറകിലോട്ട് നീക്കി ടൈറ്റായിട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെന്തെങ്കിലും മെഡിക്കേഷൻസൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ലൗഡ് നോയ്സ് ഒക്കെ വരണമെങ്കിൽ ഇതിൽ കുറച്ച് ഡെസിബലിൽ മേലെയൊക്കെ കാണിക്കണമെങ്കിൽ ഇതിലിങ്ങനെ കാണിക്കും, ഹൈ നോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ക്യാമറ കൺട്രോൾ, അതായത് നമുക്ക് ക്യാമറയുടെ ഒരു റിമോട്ടായിട്ട് നമുക്ക് ഡൺ കൊടുക്കാം. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ കണ്ടില്ലേ, നമുക്ക് വീഡിയോ ഒക്കെ റെക്കോർഡ് ആകും. കണ്ട അതുപോലെ അത് ക്യാമറയുടെ ഒരു റിമോട്ട് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു ഇതുണ്ടല്ലേ, ഇപ്പം ഞാനിപ്പം ആപ്പിൾ TV ഉപയോഗിക്കുന്നത്. നമ്മുടെ ആപ്പിൾ TV ഉണ്ടല്ലേ, ഡിറ്റക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആപ്പിൾ TVയിൽ നമുക്കിതിൽ നാവിഗേറ്റ് ചെയ്യാം. TV നോക്കിക്കോട്ടെ, ഉണ്ടാ ഇത് റിമോട്ട് കൺട്രോൾ പോലെ നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഓക്കെ, നമുക്കിപ്പോൾ ഓക്കെ യൂട്യൂബ് ഓക്കെ, ഇനി നമുക്ക് അത് ഒരു ബാക്ക് പോവാം. അങ്ങനെ നമുക്ക് എന്തിനും അത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ആപ്പിൾ TV റിമോട്ട് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഇതിൻ്റെ. പിന്നെ ജസ്റ്റർ, ഡബിൾ ടാപ്പൊക്കെ ഉള്ളൊരു ജസ്റ്ററാണ്. ഇപ്പോൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ മുകളിലേക്ക് സ്ക്രോൾ ആവുന്നുണ്ട്. പിന്നെ അതൊന്നും ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. 3 കൊല്ലമായി ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ആകെ നമുക്ക് ഇതിൽ ഉപയോഗം ഉള്ളത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിലേക്ക് പോകും. പിന്നെ പോയി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോകും. പിന്നെ ഇതിപ്പം ഫോൺ റിങ്ങൊക്കെ ചെയ്യുവാണെങ്കിൽ നേരെ നമ്മൾ കൈ ഇങ്ങനെ പൊതിക്കഴിഞ്ഞാൽ ഇത് മ്യൂട്ടാവും, അങ്ങനെ ഇതാവും. ഈ രണ്ടും മാത്രം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ ജസ്റ്റേഴ്സിൽ. ഞാൻ ആപ്പിൾ വാച്ച് സീരീസ് 8 ആണ് ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നത്. അപ്പം അതിൽ 18 മണിക്കൂറാണ് ബാറ്ററി ബാക്കപ്പ് കമ്പനി പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ ലോങ് ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോൾ കാലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വാക്കിങ്ങിൻ്റെ ആപ്പൊക്കെ ഓൺ ആക്കിയിട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴേക്കും ബാറ്ററി ഫുള്ളി ഡ്രെയിൻ ആവും. അത് ഭയങ്കര അനോയിങ് ആയിരുന്നു. പക്ഷേ ആപ്പിൾ വാച്ച് സീരീസ് 11 വരുമ്പോൾ അവർ പറയുന്നത് 24 hours ഫുള്ള് കിട്ടുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ലോ പവർ മോഡ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 30 hours കിട്ടുമെന്നും അവർ പറയുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ബാറ്ററി ലൈഫും എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മളൊരു റിവ്യൂ വീഡിയോ കൂടി ഇടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.